ജില്ലാ സെഷൻസ് ജഡ്ജായിട്ടിരിക്കുമ്പോൾ ഒരുപാട് അനുഭവങ്ങളുണ്ട് എനിക്ക്. അങ്ങനെ ഞാൻ തൃശ്ശൂർ പ്രിൻസിപ്പൽ ജില്ലാ സെഷൻ ജഡ്ജായിട്ടിരുന്നപ്പോൾ ഉള്ള ഒരു അനുഭവത്തെക്കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ വളാഞ്ചേരിയിൽ, മലപ്പുറം ജില്ലയിൽ ഒരു സംഭവം ഉണ്ടായി. അത് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു. കാരണം 10ലധികം പേർക്ക് അവർ HIV ബാധിതരായിട്ട് മാറി. കാരണം ഒരേ നീഡിലും സിറിഞ്ചും ഉപയോഗിച്ച് ഇവർ മയക്കുമരുന്ന് ഇഞ്ചെക്ട് ചെയ്തത് കൊണ്ട് സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അത് വന്നപ്പോൾ എൻ്റെ ഒരനുഭവം സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ച് പറയാതിരിക്കുന്നത് ബുദ്ധിമുട്ടാണ്. അത് പറയുന്നത് ഇതെല്ലാവരും മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറയുന്ന ഒരു ഇതാണ്. അപ്പോൾ അത് നമുക്ക് മനസ്സിനെ വല്ലാതെ എന്നെ വേദനിപ്പിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ഞാൻ തൃശ്ശൂർ പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജ് ആയിരിക്കുമ്പോൾ വിയ്യൂർ സെൻട്രൽ ജയിലിൻ്റെ ചാർജ് എനിക്കുണ്ട്, അവിടുത്തെ സൂപ്പർവിഷൻ. അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരിക്കലോ എന്തായാലും 2 ആഴ്ച കൂടുമ്പോൾ ഉറപ്പായിട്ട് അവിടെ പോകും. ചില മിക്കവാറും ആഴ്ചയിൽ ഒരിക്കൽ തന്നെ പോകാറുണ്ട്. ഓരോ ആവശ്യം വരുമ്പോൾ അവിടുന്ന് ഈ തപാൽപ്പെട്ടി വരുമ്പോൾ അതിൻ്റെ പെട്ടി എവിടെയാണ്, അതിൻ്റെ താക്കോല് ജില്ലാ കോടതിയിലാണ്. അപ്പോൾ ശിരസ്ഥാനടയിലാണ് താക്കോല്. അപ്പോൾ ഇതിനകത്ത് പരാതികളൊക്കെ ഇട്ട് വരുമ്പോൾ ആ പെട്ടി കൊണ്ടുവരും, ഇവിടെ വെച്ച് തുറക്കും. അതിനാരും ഒരു ക്ലാർക്കുണ്ട്, അയാളത് നോക്കിയിട്ട് അതിലാവശ്യമുള്ള പരാതികളൊക്കെ എൻ്റെ മുമ്പിൽ കൊണ്ടുവരും, എല്ലാം എടുത്തു വെക്കും. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും ചിലപ്പോൾ എനിക്ക് അത് മൂലം മാത്രം പോകേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരിക്കൽ ഇരുന്നിട്ട് ഇതൊക്കെ മറികടന്നിട്ട് അവിടുത്തെ ജയിൽ സൂപ്രണ്ട് എന്നെ കാണാൻ വന്നു. വളരെ വറീഡാണ്. അയാൾ വന്നിട്ട് പറഞ്ഞു, സാർ ഒന്ന് വരണം. ഞാൻ ചോദിച്ചു എന്താ കാര്യം. അപ്പോൾ അവിടെ ഒരു എയ്ഡ്സ് പേഷ്യൻ്റ്, അതിന് ഞാൻ പറഞ്ഞു ഞാനെന്ത് ചെയ്യാനാ, എയ്ഡ്സ് പേഷ്യൻ്റ് ഉണ്ട്. അവന് ഈ അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൻ്റെ വാർഡ് പോലുള്ള ഒരു ചെറിയ ഒരു 2-3 മുറികളുള്ള ഒരു കെട്ടിടമുണ്ട് അപ്പുറത്ത് മാറി. അതിനകത്ത് ഡോക്ടർ വിസിറ്റ് ചെയ്യാറുണ്ട്. അത് ആഴ്ചയല്ല 2 ദിവസമൊക്കെ ഡോക്ടർ വിസിറ്റ് ചെയ്യും. പിന്നെ ഒരു നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ഒരാളുണ്ട്. ഇവരൊക്കെ ഉള്ളൂ അവിടെ. അപ്പോൾ അത് വല്ലപ്പോഴും ഉള്ളൂ അവിടെ. അങ്ങനെ ഉള്ള ശരിയായിട്ട് കൂടുതൽ അസുഖം വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിലേക്ക് പോകും ആളുകളെ. അവിടെ വാർഡുണ്ട്, ജയിൽ വാർഡുണ്ട്, അത് അതിനകത്ത് കൊണ്ടുപോകും. ഇവിടെ കിടക്കുകയാണ്. അപ്പം പറഞ്ഞ സാർ അവനെ ഒന്ന് സമാധാനം സംസാരിക്കണം. അവൻ ആഹാരം കഴിക്കുന്നില്ല, അവൻ വളരെ വീക്കാണ്. ഏതാണ്ട് 3 ദിവസം ആയി അവൻ ആഹാരം കഴിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ കിടന്നവൻ മരിച്ചു, പട്ടിണി കിടന്നവൻ മരിക്കുന്നത് എനിക്കൊരു വിഷമം. അവന് എയ്ഡ്സിൻ്റെ അങ്ങേയറ്റമാണ്, കൂടുതൽ നാളൊന്നും ഇല്ല. അപ്പോൾ സാർ അത് വരണമെന്ന് പറഞ്ഞു. ഞാൻ വന്ന് സാറൊന്ന് സംസാരിച്ചാൽ എനിക്കവൻ ശരിയാവും അവൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു. ഞാൻ പോയി അവനെ കാണാനായിട്ട് ഞാൻ അവിടെ ചെന്നപ്പം വളരെ മെലിഞ്ഞ ഒരു രൂപം ഇങ്ങനെ കട്ടിലേൽ കറുത്ത് വെറുങ്ങലിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അവനെ ഒരു ചുരുണ്ടുകൂടി ഇങ്ങനെ കിടക്കുന്നു. അപ്പം ഞാൻ ചെന്ന ഉടനെ അവൻ എഴുന്നേക്കാനൊക്കെ ശ്രമിച്ചിട്ട് എഴുന്നേക്കാൻ ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞു കിടന്നാൽ മതി. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് ഈ ആഹാരം കഴിക്കാത്ത? ഒരു മുസ്ലിമാണ് അയാൾ, കോയമ്പത്തൂരുകാരല്ല, തമിഴിനാണ്. മലയാളം അറിയാം. നിങ്ങൾ എന്താ ഈ ആഹാരം കഴിക്കാത്തത്? ഇവർക്കൊക്കെ വളരെ വിഷമമുണ്ട് നിങ്ങൾ ആഹാരം കഴിക്കാത്തത്. അത് നിങ്ങൾ എന്താ ആഹാരം കഴിക്കാത്തത്? ഞാനിങ്ങനെ നടന്ന് മരിക്കും. ഞാൻ ചോദിച്ചു അതെന്താ കാര്യം എന്താ നിങ്ങളുടെ പ്രശ്നം എന്തുവാ? അതെ, സേതു സമുദ്രം പദ്ധതി നടപ്പാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു സേതു സമുദ്രം പദ്ധതി നടപ്പാക്കണം. അത് ഞാൻ വിചാരിച്ചപ്പോൾ ഞാനെന്ത് ചെയ്യണം, പിന്നെ ഇത് കേട്ട് ഞാൻ ആകെ ഞെട്ടി. അപ്പം ഞാൻ ഈ സൂപ്പറിൻ്റെ അടുത്ത് പറഞ്ഞു, അയാളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ. അയാൾ എന്നെ ഇങ്ങോട്ടൊന്ന് മാറിക്കാൻ ചോദിച്ചാൽ നിൽക്കും ഞാൻ വരുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് നടന്നു. അയാൾ പറഞ്ഞു, സാറേ ഇവൻ ഇങ്ങനെയുള്ള ഈ ഒരു ആവശ്യം പറയുകയാണ്. ഇത് ആർക്കും ചെയ്ത് കൊടുക്കാൻ ഒക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ അവൻ ഇത് തന്നെ ആവശ്യമുണ്ടിരിക്കുക. സാറ് പറഞ്ഞാൽ മതി, സാറിനെ കൊണ്ടൊക്കുന്നത് അതിൽ ചെയ്യാം എന്നൊന്നും പറഞ്ഞാൽ ചിലപ്പം അവൻ കേട്ടെന്നിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇതെങ്ങനെ പറയുന്നത്? ഞാൻ അനങ്ങാതെ പോയി. ചിരിക്കാനും വരുന്നില്ല, കാരണം അവൻ്റെ ആ കിടപ്പ് കണ്ടപ്പോൾ ആകെപ്പാടെ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ നേരെ അവൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അവൻ്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞു. ഞാൻ പേര് പറയാത്തതാണ്, പേര് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അത് നമുക്ക് ഒരു കാര്യച്ചിട്ട് ഇപ്പം നിങ്ങൾക്ക് ഇത് നടപ്പാക്കണം, അതല്ലേ വേണ്ടത്. സേതു സമുദ്രം പദ്ധതി നടപ്പാക്കണം. അപ്പോൾ അതായത് ഈ ഇന്ത്യയും ശ്രീലങ്കയായിട്ട് ബന്ധിപ്പിക്കുന്ന പാലമാണ് ഈ പറയുന്നത്. പണ്ട് ശ്രീരാമന് വേണ്ടി ഈ ഹനുമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചിറകെട്ടി എടുത്തെന്ന് പറയുന്ന അതാണ് ഈ പറയുന്ന സാധനം. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എന്നെ കൊണ്ട് ഒക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം. ഇതിൽ ഉടനെ അവനൊരു
പുച്ഛത്തോടുകൂടി ഒരു ചിരി ഇരിച്ചു കേട്ടോ. എന്നിട്ട് പറഞ്ഞ എന്താണെന്നറിയോ, അബ്ദുൽ കലാം വിചാരിച്ചിട്ട് പറ്റിയില്ല പിന്നെ ആ സാറെന്ന്. അബ്ദുൽ കലാം എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് അബ്ദുൽ കലാമിനെ, APJ അബ്ദുൽ കലാമിനെയാണ് അവൻ പറഞ്ഞത്. വിചാരിച്ചിട്ട് നടന്നില്ല പിന്നെ ആ സാറെന്ന്. അപ്പം അവനെ എങ്ങനെ നന്നാക്കാൻ പറ്റും? അപ്പം ഞാൻ പിന്നെ അവിടെ ഓർഡർ കൊടുത്ത് അവർക്ക് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഈ ഫോഴ്സ് ഫീഡിങ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു ട്യൂബ് ഇങ്ങനെ വായിലൂടെ ഇറക്കുമ്പോൾ ഈ ട്യൂബ് ഇറങ്ങി പോകുന്നിടമെല്ലാം മുറിയൊക്കെ ചെയ്യും കേട്ടോ. കാരണം ഫോഴ്സായിട്ട് ആ ചെയ്യേണ്ടത് അത് ചെയ്യുമ്പോൾ, കാരണം ഇവൻ കോപ്പറേറ്റ് ചെയ്തില്ല. എന്നിട്ട് അതിലൂടെ ആഹാരം കൊടുക്കുമ്പോൾ വലിയ എരിവും വെപ്രാളവും ഒക്കെ തന്നെ ഉള്ളത്. അപ്പോൾ ഇത് സങ്കടമുണ്ട്. പക്ഷേ ഇവൻ ഇങ്ങനെ കിടന്ന് മരിച്ചു പോകുന്നത് വളരെ ബുദ്ധിമുട്ട്. അങ്ങനെ കൊടുത്തിട്ട് പോയി. അവനെ സെക്കൻഡ് ഡേയിൽ അവൻ മരിച്ചു കേട്ടോ. പിന്നെ അതായത് അങ്ങനെ കിടന്ന് മരിച്ചു അവൻ. അപ്പോൾ അവനെ എന്ന് പറഞ്ഞാൽ ഒരു ലോറി ഡ്രൈവറാണ് ആയിരുന്നു. അപ്പോൾ ഒരു ലൂസ് ലൈഫാണ്. അവൻ്റെ കയ്യിൽ ഈ ഇടത് കൈയുടെ ഈ മടക്കിനെല്ലാം ഇവിടെ എല്ലാം അവരെന്നെ കാണിച്ചു തന്നു കേട്ടോ. മുഴുവൻ എല്ലാം നീഡിൽ പഞ്ചറാണ്, മുഴുവൻ കയറ്റിയേക്കുന്നത്, എല്ലാം സൂചി കുത്തിയിരിക്കുന്നത്. അങ്ങനെ അഡിക്ട്സായിട്ട് അവിടെ ഉള്ളവരുടെ എല്ലാ കൈകളിൽ ഇങ്ങനെയാണ്. പിന്നെ അത് കൂടാതെ ഈ കൈയൊക്കെ ഇങ്ങനെ ഈ മീനൊക്കെ വറക്കാൻ നേരത്ത് വരയുമല്ലോ, അതുപോലെ ഇങ്ങനെ വരച്ച് വെച്ചേക്കാണ്. കാരണം ഈ ബ്ലഡ് ഊസ് ഔട്ട് ചെയ്യുന്നത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വരും. പിന്നെ അത് ഞാൻ അന്വേഷിച്ചപ്പോൾ വേറെ ഒരു പണി അവിടെ നടക്കുന്നതാണ്. അതുകൊണ്ടായി ഇനി ഇത് കഴിച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ച് അല്ലെ വിൽപ്പന നടത്തി പിടിക്കപ്പെട്ട് ജയിലിലേക്ക് പോയാലുള്ള ഒരു അനുഭവം കൂടാണ് ഞാൻ പറയുന്നത്. അത് ഞാൻ പറയുന്നത് ഇത് മനഃപൂർവ്വം ഞാൻ പറയുന്നത് ഇതിൽ നിന്ന് ആളുകൾ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ഈ HIV പോസിറ്റീവായിട്ടുള്ള ആളുകൾ ചെയ്യുന്നത് എന്താണെന്നറിയോ, അവരവിടെ ഓൾ ഇൻ ആളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എയ്ഡ്സ് പേഷ്യൻസ് ആണ്. അവന്മാർ പറയുന്ന എല്ലാവരും കേട്ടോളൂ. ജയിലിലെ വാർഡന്മാർക്ക് പോലും അവർ പേടിയാണ്. കാരണം ഒന്ന് പറഞ്ഞ് രണ്ടിന് അവന്മാർ എന്ത് ചെയ്യുന്നറിയോ, ഈ കൈയുടെ ഇവിടെ കടിക്കും, കിട്ടിയ ഉടനെ കടിക്കും. കടിച്ചു കഴിഞ്ഞാൽ അത് മതി, ആ മുറിവിലൂടെ അത് ഒരു കടി കിട്ടുന്ന ഒരു HIV പോസിറ്റീവ്. അതുകൊണ്ട് ഇവന്മാരുടെ അടുത്ത് ആരും പോകത്തില്ല. ആഹാരം കൊടുക്കുന്നവർ കൊണ്ടും വളരെ സൂക്ഷിച്ച യവന്മാരായിട്ട് വളരെ വിനീത വിധേയരായിട്ട് നിന്നേ കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെയാണ്. പിന്നെ ഇവർ ഈ ബ്ലേഡ് ചവയ്ക്കും. ബ്ലേഡ് ചവച്ചിട്ട് യവന്മാർക്ക് വൈരാഗ്യം വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നേരെ ഒരൊറ്റ തുപ്പാണ്, അത് മുഖത്തോട്ട് തുപ്പും. ബ്ലേഡിൻ്റെ പാർട്ടിക്കിളാണ്. അങ്ങനെ തുപ്പി കഴിഞ്ഞാൽ ഇത് കൊണ്ട് ഫോഴ്സായിട്ടാണ് വരുന്നത്. അത് വന്നു കഴിഞ്ഞാൽ മുഖത്തെ കൊണ്ടാത് മുറിഞ്ഞാൽ ഉറപ്പായിട്ട്. കാരണം ഈ ചവയ്ക്കുമ്പോൾ തന്നെ ഓൻ്റെയൊക്കെ മോണയൊക്കെ മുറിയും, രക്തമൊക്കെ അതിൽ പറ്റുന്നതാണ്. അപ്പം അങ്ങനെ HIV പോസിറ്റീവ് ആയിപ്പോയ കുറേ ആളുകളെ അവിടെ കണ്ടു. അപ്പം ഏറ്റവും വലിയൊരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ, ഞാനിത് ഹൈക്കോടതി റിപ്പോർട്ട് ചെയ്തു. ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനാണ്. വെറുതെ എന്തെങ്കിലും ഒരു മോഷണ കേസ് പ്രതിയായിട്ട് വരുന്നവൻ അവസാനം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവൻ HIV പോസിറ്റീവായിട്ട് എയ്ഡ്സ് പേഷ്യൻ്റായിട്ടാണ് അവൻ ഇറങ്ങേണ്ടത്. ഞാൻ പറഞ്ഞ അങ്ങനെ കുറേ പേർക്ക് വന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പം ഞാനിത് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇവിടെ ഹൈക്കോടതിയിൽ അതിനു വേണ്ടി തന്നെ ഒരു ശില്പശാലയൊക്കെ വെച്ചു. അതിൽ ഞാൻ പ്രസംഗിക്കുകയൊക്കെ ചെയ്തതാണ്. വന്ന് കുറേ എക്സ്പേർട്സൊക്കെ വന്നു. പിന്നെ HIV പോസിറ്റീവായിട്ടുള്ള ഒരു ലേഡിയൊക്കെ വന്നു. അതിനകത്ത് അവർ മരുന്നുകൊണ്ട് ഇത് പ്രിവെൻറ്റ് ചെയ്ത് നിർത്താം എന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനകത്ത് ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഹൈക്കോടതിയിൽ എഴുതി ഇതിനൊരു വേ ഔട്ട് വേണം. കാരണം ഇത് ഇങ്ങനെ ഇവരെ ഒന്ന് സെഗ്രിഗേറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ഇതൊരു വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞു. ഉടനെ ഉണ്ടല്ലോ അന്ന് ഒരു ഹൈക്കോടതി ജഡ്ജി വളരെ കാര്യമായിട്ട് അതിന് അങ്ങ് ആക്ട് ചെയ്തു. എങ്ങനെയാണെന്നറിയോ ആക്ട് ചെയ്തത്? ഈ തൃശ്ശൂർ ഇപ്പം നന്നായിട്ട് ഇത് മാനേജ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിലുള്ള എല്ലാ ജയിലുകളിൽ നിന്നും ഇതുപോലെ HIV പോസിറ്റീവായിട്ടുള്ളവരെ എല്ലാം കൂടെ തൃശ്ശൂർ കൊണ്ടുവന്ന് റെഡിയാക്കി എടുക്കാൻ എന്ത് വിവരമാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ ചെയ്തേക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാത്തിനെയും കൂടെ എൻ്റെ മണ്ടയിലോട്ട് കൊണ്ടുവെക്കാൻ. അപ്പോൾ ഉള്ളതിനെ കൊണ്ട് എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് ഞാനിത് എഴുതിയേ. അപ്പോൾ ചെയ്തേക്കുന്നൊക്കെ പണി ഇത്. അപ്പോൾ ഞാനിത് പറയാൻ കാര്യം എന്തെന്നറിയോ, ഈ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പ്രത്യേകിച്ച് ഇതേപോലെ ഇഞ്ചക്ഷൻ വഴിയൊക്കെ ഉള്ളതൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും നിങ്ങൾ HIV പോസിറ്റീവായിട്ട് മാറാനുള്ള എല്ലാ സാഹചര്യങ്ങളും സൃഷ്ടിക്കുന്നതാണ്. ഒരിക്കലും ഇതൊന്നും ചെയ്യരുത്. അപ്പോൾ എന്നാൽ ഇഞ്ചക്ഷൻ വഴി ഉള്ളത് വേണ്ട, വേറെ കഴിച്ചേക്കാന്ന് വിചാരിക്കും. വേറെ കഴിച്ചാലും പ്രശ്നമൊന്നും പ്രത്യേകതയൊന്നുമില്ല. അങ്ങോട്ടാണ് ചെല്ലേണ്ടത്. ഈ ചെല്ലേണ്ട സ്ഥലത്തുള്ള കാര്യമാണ് ഞാനീ പറഞ്ഞത്. അവസാനം ഇത് വല്ലവനും എടുത്തിട്ട് കൈയുടെ വെള്ളത്താണ്ടി ഇവിടെ കടിക്കും. ഇവിടെയാണ് ഏറ്റവും മാംസളമായ ഭാഗവന്മാർക്കറിയാതെ പിടിച്ച് കടിക്കും. അല്ലെങ്കിൽ ഇതേപോലെ ബ്ലേഡ് ചവച്ച് തൂപ്പും. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല.
അവരെ ശിക്ഷിച്ചിട്ടേക്കുന്നവന്മാർ വേറെ എന്ത് ചെയ്യുന്നേ? അവരെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ കോടതിയിലൊക്കെ കൊണ്ടുവരുമ്പോൾ ഈ ചില ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് പണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുള്ള മജിസ്ട്രേറ്റ് കോടതിയിൽ എങ്ങനെ ഈ കൊണ്ടുവരുന്ന ഈ പ്രതികൾ, അല്ലെ സെഷൻസ് കോടതി കൊണ്ടുവരുന്ന പ്രതികളെ കൊണ്ടുവരും. ഇവന്മാരവിടെ വന്നിരുന്നിട്ട് ഈ കാണുന്നവർ ജഡ്ജി ഉൾപ്പെടെ ചീത്ത വിളിക്കും കേട്ടോ. ചിലപ്പോൾ എന്ത് ചെയ്യാൻ നോക്കും? ഇവൻ കൊലക്കേസിലെ പ്രതി, അവനെ അങ്ങേയറ്റം തൂക്കാൻ മതിക്കാന്നുള്ള ലെവലിൽ ചെയ്യാൻ പറ്റുമോ? അവൻ അവിടെ വന്നിരുന്ന് ചീത്ത വിളിച്ചിട്ട് പോകും എന്ന് പറഞ്ഞാൽ ഇവന്മാരും പലർക്കും ബോധമില്ല. അതാ വേണ്ടത്. വിലം കഴിച്ചു കൊടുക്കാൻ പറയും. വരുന്നുണ്ടേ വിലം കഴിച്ചു കൊടുത്താൽ ഇവന്മാരെ എടുത്തിയാടി ഓടുന്നത് കാരണം പേടിച്ച് അവർ അത് അഴിക്കുകയല്ല. അപ്പോൾ എന്താണെന്നറിയോ, അഴിക്കാൻ എനിക്ക് ബീഡി വലിക്കണം, അതിനഴിച്ചു കൊടുക്കാൻ. ബസ്സിൽ പ്രൈവറ്റ് ബസ്സിൽ കയറിയിരുന്ന് ബീഡി വലിക്കാൻ എന്നുള്ള കാര്യമാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇത് വളരെ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ ഇതൊക്കെ ഉള്ളവർ, ഇത് വിൽക്കുന്നവരും ഈ ഉപയോഗിക്കുന്നവരും ഒക്കെ അൾട്ടിമേറ്റ്ലി ചെല്ലേണ്ട സ്ഥലം എന്ന് പറയുന്നത് ഈ സെൻട്രൽ ജയിലാണ്. അവിടെ ഇതേപോലുള്ള ആളുകൾ, ഹാർഡ് ആൻഡ് ക്രിമിനൽസ് ധാരാളമുണ്ട്. അവർ പലരും ഈ രീതിയിലാണ് പെരുമാറുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതെങ്കിലും ഭയന്നെങ്കിലും നിങ്ങൾ ഇതിൽ നിന്നും ഒഴിവാകണം. വിഷമുണ്ടാക്കുന്നതായിട്ടുള്ള ഒരു വാർത്ത മലപ്പുറത്ത് വളാഞ്ചേരിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എല്ലാവരും ഒന്നും ശ്രദ്ധിക്കത്തില്ല. രണ്ട് കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കാറുള്ളത്. ഒന്ന്, എയ്ഡ്സ് എങ്ങനെയൊക്കെ പടരുന്നു എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തെ കാരണം, മയക്കുമരുന്നിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഇതിലേക്ക് വഴിതെളിക്കുന്നില്ലേ എന്നുള്ള ഒരു ചിന്ത. ഈ രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് വന്നപ്പോൾ ആദ്യം പോലീസ് ഒരാളെ ഈ മയക്കുമരുന്ന് ഉപയോഗത്തിൽ അയാളെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് എയ്ഡ്സ് ഉണ്ടായത് അസുഖം, HIV പോസിറ്റീവാണ്. അപ്പോൾ അയാളെ കൂട്ടാളികളെ പോലീസ് അവരെക്കുറിച്ച് തിരഞ്ഞു കഴിഞ്ഞപ്പോൾ വന്ന 10 പേരെ കിട്ടിയിട്ടുണ്ട്. ഈ 10 HIV പോസിറ്റീവാണ്. അപ്പോൾ ഇവർ ഈ സാധാരണ ഈ ഇഞ്ചക്ഷൻ ഉപയോഗിക്കുകയാണ്. ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് സാധാരണ ബിപ്രനോർഫൈൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിൻ്റെ ട്രേഡ് നെയിം 2-3 ട്രേഡ് നെയിം ഉണ്ട്. ലൂപ്പിജെസിക്ക്, അതുപോലെ തന്നെ ടൈഡിജിസിക്ക് എന്നൊക്കെ പറയുന്ന ട്രേഡ് നെയിമിൽ കിട്ടുന്നതാണ്. അത് ഒരു ആംബ്യൂളിന് പണ്ട് 2 രൂപയായിരുന്നു. അത് ഇപ്പോൾ അത് ചിലപ്പോൾ അത് ഒരു 5 രൂപയായി കാണും, അല്ലെങ്കിൽ 10 രൂപയായി കാണും. ഈ 10 രൂപയുടെ ഒരു ആംബ്യൂൾ വാങ്ങിച്ചാൽ അത് ഹൈദരാബാദിലൊക്കെ സുലഭമാണ്. വാങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് ഈ ഫിനർഗാനും കൂടെ മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ വീര്യം കുറച്ചുകൂടെ കൂടിക്കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താൽ ഒരു 10 പേർക്കെങ്കിലും എടുക്കാൻ കാണും. ഒരാൾക്ക് ഒരു 500 രൂപ വെച്ച് എടുത്തു കൊടുത്താൽ 5000 രൂപ അങ്ങ് കയ്യിലിരിക്കും കേട്ടോ. ആകെ ചിലവ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 20 രൂപയ്ക്ക് താഴെയുള്ള ചിലവേ ഉള്ളൂ. അപ്പോൾ ഇത് വളരെ മൃഗീയമായ ഒരു ലാഭമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അങ്ങനെയാണ് ഈ ആളുകൾ ഇതിലേക്ക് തിരിയുന്നത് കൂടുതലും. പിന്നെ ഇത് കൊണ്ടു നടക്കാനും ഒക്കെ ഇതിന് മെനക്കേടുണ്ട്. ഈ ആംബ്യൂൾ കൊണ്ടു നടക്കണം, പിന്നെ ഈ സിറിഞ്ചും നീഡിലും ഒക്കെ കൊണ്ടു നടക്കണം. അതൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഈ പൈസ ഈ 500 രൂപ മുടക്കിയാലേ ഒരു നേരത്തേക്കുള്ള MDMA ഇവിടെ കിട്ടും. അപ്പോൾ അത് മതി. പണ്ടാണെങ്കിൽ ഈ സിറിഞ്ചും നീഡിലും ഉൾപ്പെടെ വെള്ളത്തിലിട്ട് തിളപ്പിക്കും. അപ്പോൾ സിറിഞ്ച് എന്ന് പറയുന്നത് അന്ന് പ്ലാസ്റ്റിക് അല്ല, അത് ഗ്ലാസ്സാണ്. നീഡിലെന്ന് പറയുന്നത് ഇന്നത്തെ പോലുള്ള ത്രോ അവേ നീഡിലല്ല, അല്ലാത്ത നീഡിലാണ്. പ്ലാസ്റ്റിക് മെറ്റീരിയലൊന്നും അതിലില്ല. അപ്പോൾ അത് വെള്ളത്തിലിട്ട് ശരിയായിട്ട് ഒരു 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ തിളപ്പിച്ച് അല്പനേരം തിളപ്പിക്കുമ്പോൾ അത് ഏറ്റവും നന്നായിട്ടുള്ള സ്റ്റെറിലൈസ്ഡായിട്ട് മാറും. ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും വരികയില്ല. അപ്പോൾ പക്ഷെ ഇന്നത്തെ കാലത്ത് അതൊക്കെ പോയി. ആ മെനക്കെടൊന്നുമില്ല. വെള്ളം തിളപ്പിലും ഒന്നുമൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ത്രോ അവേ ആയിട്ടുള്ള ഈ സിറിഞ്ച് നീഡിലുമാണ് വാങ്ങിക്കുന്നത്. എന്നാൽ ഒരു നീഡിലെങ്കിലും മാറിയാലും കുഴപ്പമില്ല, അത് മാറത്തില്ല. ഇതെടുക്കുന്നവന്മാർക്ക് അങ്ങനൊന്നുമില്ല. പിന്നെ വലിയ സ്നേഹമല്ലേ, പിന്നെ എല്ലാ അളിയന്മാരാണ് ഇതൊന്നും എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇവനെടുത്തത് അവൻ അളിയനും കൂടെ അങ്ങ് എടുക്കുകയാണ്. അങ്ങനെ 10 എണ്ണത്തിന് ഇതെടുക്കും. എടുത്തു കഴിയുമ്പോൾ സംഭവം എന്താണെന്നറിയോ, ഒരു HIV പോസിറ്റീവുകാരനെ ആദ്യം എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ബാക്കി ഇത് എടുക്കുന്നവന്മാർക്കെല്ലാം ഈ സാധനം പിടിപെടും. ഒരു വ്യത്യാസവുമില്ല, ഒരു സംശയവുമില്ല, ആ രീതിയിൽ വരും. അങ്ങനെ അവർക്കൊരു കുറേ അന്വേഷണത്തിൽ ധാരാളം സിറിഞ്ചുകളും നീഡിലുകളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ബാക്കി ആളുകളെല്ലാം കിട്ടിയത്. അവരെല്ലാം ഏതാണ്ട് മുഴുവൻ ആളുകളും ഇപ്പോൾ ഏതാണ്ട് HIV പോസിറ്റീവായിട്ട് മാറി.
അപ്പോൾ രണ്ട് ഉപദ്രവങ്ങളാണ്. ഒന്ന്, ഈ മയക്കുമരുന്ന് സൈക്കോട്രോപിക് സബ്സ്റ്റൻസിൽ നിന്നുള്ള അഡിക്ഷൻ, അല്ലെങ്കിൽ നർക്കോട്ടിക് ഡ്രഗിൽ നിന്നുള്ള അഡിക്ഷൻ. രണ്ടാമത്, ഈ അഡിക്ഷൻ കൂടാതെ അവർക്ക് ഫ്രീ ആയിട്ട് HIV പോസിറ്റീവായിട്ട് മാറും. അതായത് എയ്ഡ്സ് വന്ന അവസാനം മരിച്ചു പോകും, നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ഉണ്ട് കേട്ടോ. HIV പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ഉണ്ട്. പക്ഷേ ആ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കോസ്റ്റ്ലിയാണ്. മാത്രമല്ല, ഇത് വളരെ രഹസ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഈ ട്രീറ്റ്മെൻറ്റ്. അത് അവൻ്റെ ഭാവി മുഴുവൻ പോയെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇതായി കഴിഞ്ഞാൽ. കാരണം ഇത് എങ്ങനെ വന്നു എന്നുള്ളത് അവൻ പറയണമല്ലോ. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ 10 പേര് തന്നെ ഒരാൾ വഴി 10 പേര് HIV പോസിറ്റീവ് ആയതാണ്. ആ 10 അല്ല, അതിൻ്റെ ശൃംഖല ഒരുപാട് വലുതാണ്. കാരണം ഈ ഓരോ ബ്രാഞ്ചിൽ നിന്നും വീണ്ടും വീണ്ടും ഇതുപോലെ പോയിക്കൊണ്ടിരിക്കും. നാടിനുണ്ടാകുന്ന ശാപം എന്ന് പറയുന്നത് HIV പോസിറ്റീവ് വഴിയുള്ള ഒരു ശാപം. അത് അല്പം ഒന്ന് കുറഞ്ഞിരുന്നതാണ് ഈ അടുത്ത കാലത്ത്. ഇപ്പോൾ ഇനി അത് കൂടും. കാരണം ഇപ്പോൾ ഇത് അത്രത്തോളം ആയി തുടങ്ങി. അപ്പോൾ അത് ഇത് കാരണം ഇത് വലിയ ലാഭമുള്ള ബിസിനസ് അല്ലേ. ഈ ബിസിനസ് നടത്തുന്നവന്മാർക്ക് വല്ലവനും HIV വന്നോ ഇല്ലയൊന്നും അവൻ നോക്കേണ്ട കാര്യമൊന്നുമില്ല. അവനിത് എടുത്തു കൊടുക്കുന്നതിന് അവൻ നോക്കുമ്പോൾ എന്നറിയാം, ഒരു സിറിഞ്ച് ഒരു നീഡിലും കൊണ്ട് എത്ര പേർക്ക് കൊടുക്കാം അത്രയും പേരെ കുത്തിയാൽ മതി, ഒരു കുഴപ്പമില്ല. അപ്പോൾ അതാണ് കാര്യം. ഇത് വളരെ അപകടം പിടിച്ച കാര്യമാണ്. ഇതിൽ നിന്ന് ഒഴിവാകണം, ഇങ്ങനെ ചെയ്യരുത്. അത് നമ്മുടെ നാട് നന്നാവണം, അതിനു വേണ്ടി ചിന്തിക്കണം. ഞാൻ അതിനു വേണ്ടി പറഞ്ഞ ഒരു കാര്യമാണിത്. ഇത് നടന്ന ഒരു സംഭവം ഞാനീ പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക.